Morning students, we are going to discuss about the topic epistatis. What is epistatis? In epistatis, when two or more genes influence a trait, the allele of one of them may have an overriding effect on the phenotype. This is known as epistatis. One allele will have an overriding effect on other alleles. It is known as the epistatis. When an allele has such an overriding effect, it is said to be epistatic to other genes. If one character or one trait is influenced by one or more genes, one gene or one allele will have an overriding effect on other genes or allele, and such an overriding allele or such an overriding gene is said to be epistatic to other genes. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എപ്പിസ്റ്റാറ്റിസിനെ കുറിച്ചാണ്. എപ്പിസ്റ്റാറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വൺ ഓർ മോർ ജീൻസ് അല്ലെങ്കിൽ വൺ ഓർ മോർ അല്ലേലാണെങ്കിൽ അതിൽ ഒരു അല്ലേൽ അല്ലെങ്കിൽ ഒരു ജീനിന് ഒരു ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഒരു ജീൻ അല്ലെങ്കിൽ ഒരു അല്ലേലിന് മറ്റ് അല്ലേൽസിൻ്റെ മുകളിൽ ഒരു ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഓവർ റൈഡിങ് എഫക്റ്റ് ഉള്ള അല്ലേലാണ് എന്ത്? എപ്പിസ്റ്റാറ്റിക്സ് ആണ് എപ്പിസ്റ്റാറ്റിക് ടു അതർ ജീൻസ്. അതായത് ഒരു ജീനാണ് മറ്റുള്ള ജീനിൻ്റെ എക്സ്പ്രഷനെ ഡോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യും. അതാണ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ജീൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ജീൻ എന്ത് ചെയ്യും? മറ്റ് ജീനിൻ്റെ എഫക്റ്റിനെ ഓവർ റൈഡ് ചെയ്യും അല്ലെങ്കിൽ മറ്റ് ജീനിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ അല്ലേലോ അല്ലെങ്കിൽ ജീൻസ് ഉണ്ടെങ്കിൽ ഈ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞ ജീൻ എന്ത് ചെയ്യും? മറ്റ് ജീനുകളെ അല്ലെങ്കിൽ മറ്റ് അല്ലേലിൻ്റെ എക്സ്പ്രഷനെ ഓവർ റൈഡ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എക്സ്പ്രസ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ജീൻസാണ് എപ്പിസ്റ്റാറ്റിക് ജീൻസ് എന്ന് പറയുന്നത്. അതായത് വേറെ ജീൻസിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ജീൻസാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ അല്ലേൽസ് അല്ലെങ്കിൽ ജീൻസ് ഉണ്ടെങ്കിൽ അതിലൊരു ജീൻ എന്ത് ചെയ്യും? മറ്റുള്ള ജീൻസ് അല്ലെങ്കിൽ മറ്റുള്ള അല്ലേലിൻ്റെ എക്സ്പ്രഷനെ ഓവർ റൈഡ് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പം അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മറ്റുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ജീനാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഐ പിഗ്മെൻറ്റ് ഇൻ ഡ്രോസോഫില്ല. രണ്ടാമത്തെ എക്സാമ്പിളാണ് എന്ത്? ഫ്ലവർ കളർ ഇൻ സ്വീറ്റ് പീ അല്ലെങ്കിൽ ലെത്താരസ് ഓഡറേറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളാണ് ഐ പിഗ്മെൻറ്റേഷൻ ഇൻ ഡ്രോസോഫില്ല. ദി ഐ പിഗ്മെൻറ്റേഷൻ ഇൻ ഡ്രോസോഫില്ല ഇൻവോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് ജീൻസ്. If the fly is homozygous for a null allele in any one of their genes, the pigment synthesis will be blocked and an abnormal eye color will be produced. The null allele nullifies the work of all other genes. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളാണ് ഐ പിഗ്മെൻറ്റ് ഇൻ ഡ്രോസോഫില്ല. സോ the eye pigment in Drosophila is determined by a large number of genes, and the epistatic gene in this case is the null allele. If the null allele occurs in homozygous state, it will suppress or block the expression of other eye pigment determining genes. Thus, an abnormal eye color will be produced. So, the null allele nullifies the work of the other eye pigment determining genes. So, the null allele is the epistatic gene that nullifies or blocks the expression of the other eye pigment determining genes producing abnormal eye color. അപ്പോൾ ആദ്യത്തെ എപ്പിസ്റ്റാറ്റിസിൻ്റെ ആദ്യത്തെ എക്സാമ്പിളാണ് ഐ കളർ ഇൻ ഡ്രോസോഫില്ല. അപ്പോൾ ഡ്രോസോഫില്ലയ്ക്ക് പലതരം ഐ കളറുണ്ട്. ചുവപ്പുണ്ട്, പിന്നെ ഗ്രേ കളർ ഐ ഉണ്ട്, വൈറ്റ് ഐ ഉണ്ട്, അങ്ങനെ പലതരം വൈൽഡ് ടൈപ്പ് ഐ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരം ഐസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാർ ഐ ഉണ്ട്. അപ്പം അങ്ങനെ പലതരം ഐസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീവിയാണ് ഡ്രോസോഫില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോസോഫില്ലേൻ്റെ ഐ കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന പല ജീൻസും ഉണ്ട്. പക്ഷേ പല ജീൻസ് ഉണ്ടെങ്കിലും അതിൽ നൾ അല്ലേൽ എന്ന് പറഞ്ഞൊരു ജീനുണ്ട്. അപ്പോൾ ആ നൾ അല്ലേൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഡ്രോസോഫില്ലേൻ്റെ ഐ കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറേ ജീൻസ് ഉണ്ട്. അതിലൊരു ജീനാണ് നൾ അല്ലേൽ എന്ന് പറയുന്നത്. ഈ നൾ അല്ലേൽ
ഹോമോസൈഗസ് സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മറ്റുള്ള ഐ പിഗ്മെൻറ്റേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന, മറ്റുള്ള ഐ കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻസിൻ്റെ എക്സ്പ്രഷൻ അത് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ പിഗ്മെൻറ്റ് സിന്തസിസിനെ അതുവഴി അത് ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല നൺ അല്ലേ എന്ത് ചെയ്യും? മറ്റുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മറ്റുള്ള ജീൻസിൻ്റെ എഫക്റ്റ് നൾ അല്ലേ നള്ളിഫൈ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ എന്ത് പേരിട്ടത്? നൾ അല്ലേൽ എന്ന പേര് വന്നത്. നള്ളിഫൈ ചെയ്യാന്ന് വെച്ചാൽ മറ്റുള്ള ജീനിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അതിനെ നള്ളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ ജീനിന് നൾ അല്ലേൽ എന്ന് പേരിട്ടത്. അപ്പോൾ ഡ്രോസോഫില്ലയിലുള്ള ഒരു എപ്പിസ്റ്റാറ്റിക് ജീനാണ് നൾ അല്ലേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോസോഫില്ലേൻ്റെ ഐ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ജീൻസ് വഴിയാണ്. അപ്പോൾ അതിലുള്ള ഒരു ജീനാണ് നൾ അല്ലേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൾ അല്ലേൽ എന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റാറ്റിക് ജീനാണ്. അതെന്ത് ചെയ്യും? മറ്റുള്ള ഐ പിഗ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻസിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്യും, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യും. അങ്ങനെ അബ്നോർമൽ ഐ കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ നൾ അല്ലേൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാലാണ് ഈ എപ്പിസ്റ്റാറ്റിസ് സംഭവിക്കുക. അതായത് ഈ നൾ അല്ലേൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മറ്റുള്ള ഐ പിഗ്മെൻറ്റ് ഡിറ്റർമൈനിങ് ജീൻസ് അതിനെ നള്ളിഫൈ ചെയ്യും, അതിൻ്റെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അബ്നോർമൽ ഐ കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നൾ അല്ലേലാണ് ഇവിടുത്തെ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. അത് മറ്റുള്ള ഐ പിഗ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻസിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുകയോ നള്ളിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് അബ്നോർമൽ ഐ കളർ പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തെ എക്സാമ്പിളാണ് ഫ്ലവർ കളർ ഇൻ സീഡ് പീ. സോ Battison and Punnett studied genetic control of flower color in seed pea or Lathyrus odoratus. The flowers are either purple or white, and they produce purple color if they contain anthocyanin pigment, and white color flower is produced if the anthocyanin pigment is absent. The Battison and Punnett crossed all varieties with white flowers to obtain F1 hybrid which all had purple color. When these hybrids are intercrossed to obtain a ratio 9 purple is to 7 white plants in F2. Two independently assorting genes C and P are involved in anthocyanin pigment production, and each gene has recessive allele that abolish pigment production. So next example for epistatis is the flower color in sweet pea. So flower color in sweet pea was studied by two scientists. They are Battison and Punnett. The scientific name of sweet pea is Lathyrus odoratus. The sweet pea produces two types of flowers. They are purple color flower and white color flower. The purple color flower is produced due to the production of the pigment anthocyanin, and if that anthocyanin pigment is absent, the flower color will be white. So when he crossed the white flowers, he obtained purple color flower in F1 generation. When he crossed the F1, he get the ratio 9 purple is to 7 white plants in F2. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളാണ് ഫ്ലവർ കളർ ഇൻ സീഡ് പി. അപ്പോൾ ഫ്ലവർ കളർ ഇൻ സീഡ് പി സ്റ്റഡി ചെയ്ത സയൻറ്റിസ്റ്റാണ് ബാറ്റിസൺ ആൻഡ് പ്യുനറ്റ്. അപ്പോൾ സ്വീറ്റ് പീൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ലെത്തേറസ് ഓഡറൈറ്റസ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സാണ് സ്വീറ്റ് പീ പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്നാമത്തത് പേർപ്പിൾ കളർ ഫ്ലവർ, പേർപ്പിൾ കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലവറാണ് വൈറ്റ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ പേർപ്പിൾ കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്തോസൈനിൻ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ് ആ പേർപ്പിൾ കളർ ഫ്ലവറിന് വരുന്നത്. അപ്പോൾ ആന്തോസൈനിൻ പിഗ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ ഫ്ലവറിന് വൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ ഇയാൾ ബാറ്റിസനും പുനറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വൈറ്റ് ഫ്ലവേഴ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയത് പേർപ്പിൾ കളർ ഫ്ലവറാണ് കിട്ടിയത്. ഈ പേർപ്പിൾ കളർ ഫ്ലവറിൽ F1 കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? F1 പിന്നെയും എടുത്തിട്ട് സെൽഫ് ക്രോസ് ചെയ്തു F2 കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ F2 കിട്ടിയത് 9 പേർപ്പിൾ ഈസ് ടു 7 വൈറ്റ് എന്ന റേഷ്യോയിലാണ് കിട്ടിയത്. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സാണ്. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സിന് രണ്ട് വെറൈറ്റി ഉണ്ട്, വെറൈറ്റി 1 ആൻഡ് വെറൈറ്റി 2. ഇപ്പോൾ രണ്ട് വെറൈറ്റീസിലാണ് വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുക, 1ഉം 2ഉം. അപ്പോൾ
ഇപ്പോൾ ആന്തോസൈനിൻ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻസ് ആണ് ക്യാപിറ്റൽ സി ആൻഡ് ക്യാപിറ്റൽ പി. അപ്പോൾ വൈറ്റ് വെറൈറ്റിയിൽ ക്യാപിറ്റൽ സി സ്മോൾ പി അതാണ് ആദ്യത്തെ വെറൈറ്റി. രണ്ടാമത്തെ വൈറ്റ് വെറൈറ്റിയാണ് സ്മോൾ സി ക്യാപിറ്റൽ പി. അപ്പോൾ അത് തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ പേർപ്പിൾ കളർ ഫ്ലവർ കിട്ടി, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ സി ക്യാപിറ്റൽ പി സ്മോൾ പി. ഇനി ഇത് സർഫ് ഫെർട്ടിലൈസ് ചെയ്തപ്പോൾ ഇയാൾക്ക് എന്ത് റേഷ്യോ കിട്ടി? 9 പേർപ്പിൾ ഈസ് ടു 7 വൈറ്റ് ഫ്ലവേഴ്സ് കിട്ടി. അപ്പോൾ ഇതാണ് ഫ്ലവർ കളറിൻ ലെത്താരസ് ഓഡറേറ്റസ് എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ എന്താണ് എപ്പിസ്റ്റാറ്റിസ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു ജീന് മറ്റുള്ള ജീനിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മാസ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യുന്നതാണ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഐ കളറിൻ ഡ്രോസോഫില്ല, അല്ലെങ്കിൽ ഐ പിഗ്മെൻറ്റിൻ ഡ്രോസോഫില്ല, അല്ലെങ്കിൽ ഫ്ലവർ കളറിൻ രണ്ടാമത്തെ എക്സാമ്പിളാണ് ഫ്ലവർ കളറിൻ ലെത്താരസ് ഓഡറേറ്റസ് അല്ലെങ്കിൽ CVP. താങ്ക് യു.